ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദസ്തക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആദ്യം ഇക്കായി 4 എന്നുള്ള അവിടെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, അതെന്താന്ന് നോക്കാം. एक बार चलने का हौसला रखो, मुसाफिरों का तो रास्ते भी इंतजार करते हैं. ഒരിക്കൽ ഒരു പ്രാവശ്യം നിങ്ങൾ നടക്കുവാനുള്ള ഒരു ധൈര്യം സംഭരിക്കൂ. മുസാഫിറോं का तो रास्ते भी इंतजार करते हैं. യാത്രക്കാരെ വഴികൾ പോലും കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഈ യൂണിറ്റ് നിങ്ങൾക്ക് ഇഷ്ടാവും. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ബസന്ത് മേരി ഗാവ് ക. ഇത് എഴുതിയ ആളുടെ പേര് മുകേഷ് നോട്ടിയാൽ എന്നാണ്. ഇതൊരു ലേഖനാണ് ഹിന്ദിയിൽ പറയാം. ആദ്യം നമുക്ക് മുകേഷ് നോട്ടിയാൽ ജീനെ കുറിച്ചിട്ടൊന്ന് വായിച്ചു നോക്കാം. ജന്മ 4 ജൂലൈ 1971, രുദ്രപ്രയാഗ്, ഉത്തരാഖണ്ഡ്. ഇദ്ദേഹം ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലാണ് ജനിച്ചത്. आप उत्तराखंड भाषा संस्था के सदस्य होने के साथ साथ साहित्यिक पत्रिका लोक गंगा आदि के सहायक संपादक भी है. ഉത്തരാഖണ്ഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെമ്പർ ആവുന്നതിന്റെ കൂടെ തന്നെ അദ്ദേഹം കുറെ മാഗസിൻസിന്റെ സബ് എഡിറ്ററും കൂടെയാണ്. आपकी कहानियों का संकलन चमकता रहेगा स्वीली गम के नाम से प्रकाशित हुआ है. हिमालय की कहानियां आपका बाल कथा संग्रह है. അദ്ദേഹത്തിന്റെ ചമക്താ രഹേഗ സ്വീലി ഗം എന്ന് പറയുന്ന ഒരു സ്റ്റോറി കളക്ഷനും അതുപോലെ തന്നെ ഹിമാലയ കി കഹാനിയാം എന്ന് പറയുന്ന ബാൽകഥാ സംഗ്രഹവും പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. मकर संक्रांति के बाद सूरज पंचाचूली के शिखरों से चौकंबा पर्वत की तरफ खिसकना शुरू कर देता है. मकर संक्रांति के ശേഷം സൂര്യൻ പഞ്ചാചൂലിക്ക് ശിഖരവും സെ പഞ്ചാചൂലിയിലെ ബ്രാഞ്ചസിൽ നിന്നും അതിന്റെ ശിഖരങ്ങളിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിന്റെ തരഫ് എന്ന് പറഞ്ഞാല് കി ഓർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഭാഗത്തേക്ക്, ചൗക്കമ്പ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ഖിസക്ന ശുരു കർ ദേത്ത, അങ്ങോട്ട് നീങ്ങുവാൻ തുടങ്ങും. दादी कहती थी कि जेब तक सूरज हर सुबह बालिशत भर छलांग मारता है. എന്റെ ദാദി പറയുമായിരുന്നു. ദാദി കെഹത്തി ഥി. ദാദി എന്ന് പറഞ്ഞാല് മുത്തശ്ശിയാണ്. മുത്തശ്ശി പറയുമായിരുന്നു. ജേഡ് തക്, ജേഡ് എന്ന് പറഞ്ഞാല് ജേഡമാസം വരേക്കും, സൂര്യൻ, ഹർ സുബ എല്ലാ ദിവസവും, എല്ലാ രാവിലെയും, ബാലിഷത് ഭർ ഛലാങ് മാർത്താ ഹെ. ബാലിഷത് ഭർ ഛലാങ് മാർന എന്ന് പറഞ്ഞാല് ഒരു ചാൺ നീളത്തില് ജമ്പ് ചെയ്യുക എന്നാണ്. बालिश पर छलांग मारता है. पंचाचूली से चौकंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. പഞ്ചാചൂലിയിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൂര്യന് പൂരെ 4 മഹീനെ കാ സമയം, 4 മാസം മുഴുവനായ ഒരു സമയം, 4 മാസം സമയം എടുക്കും എന്നാണ് പറയുന്നത്. പഞ്ചാചൂലി की 5 ബർഫാനി ചോട്ടിയാ. പഞ്ചാചൂലിയിലെ 5 മഞ്ഞ് നിറഞ്ഞ കൊടുമുടികൾ. और चौकंबा के 4 शिखरों के एन बीच में, ചൗക്കമ്പ പർവ്വതത്തിന്റെ 4 ബ്രാഞ്ചസ്, അതിന്റെ 4 ശിഖരങ്ങളുടെയും നടുവിൽ, പഞ്ചാചൂലിയുടെ 5 കൊടുമുടികളുടെയും ചൗക്കമ്പയുടെ 4 ശിഖരങ്ങളുടെയും നടുവില് ഏൻ ബീച്ച് മേ जो पहाड़ नजर आ रहा है, അതിന്റെ ഇടയ്ക്ക് ഒരു പർവ്വതം, ഒരു മൗണ്ടൻ, ഒരു പഹാഡ് നമുക്ക് കാണാം. वो नंदा पर्वत है, അത് നന്ദാ പർവ്വത് ആണ്. सूरज पंचाचूली से खिसक कर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में न्योली के पीले फूल खिलने लगते हैं. സൂര്യൻ പഞ്ചാചൂലിയിൽ നിന്നും ഖിസക്കർ നീങ്ങിയിട്ട് ജബ് എവിടെ എത്തുമ്പോൾ, നന്ദാ പർവ്വതത്തിലെത്തുമ്പോൾ, പഹുഞ്ച്താ ഹെ അവിടെ എത്തിയാൽ, പഹാഡോ മേ മലഞ്ചെരുവുകളിൽ, മലമുകളിൽ,
ഫ്യോലി കെ പീലെ ഫൂൽ. ഫ്യോലി എന്ന് പറയുന്ന പൂക്കൾ ഏത് നിറമുള്ള പൂക്കളാണ്? പീലെ ഫൂൽ, മഞ്ഞ നിറമുള്ള പൂക്കൾ വിരിയും. ഖിൽനെ ലഗ്തേ എന്ന് പറഞ്ഞാൽ വിരിയാൻ തുടങ്ങും. പഹാടി ढलानों पर खूबसूरती से कटे सीढ़ी नुमा खेतों में गेहूं की हरियाली के बीच सरसों की पीलाई पसर जाती है. പഹാടി ഢലാൻ എന്ന് പറഞ്ഞാൽ മലഞ്ചെരിവുകളാണ്. മലഞ്ചെരിവുകളുടെ മുകളിൽ ഖൂബ്സൂരതി സേ കട്ടെ, നല്ല ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത പോലെയുള്ള, സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്ത പോലെയുള്ള ഖേത്തോമേ, വയലുകളിൽ, ഗേഹൂ കി ഹരിയാലി കെ ബീച്ച്, ഗോതമ്പിന്റെ പച്ച നിറത്തിനുള്ളിൽ, സർസോ കി പീലായി, സർസോ കി പീലായി എന്ന് പറഞ്ഞാല് കടുകിന്റെ മഞ്ഞ നിറം, കടുകിന്റെ കൃഷിയും അവിടെ ഉണ്ട്. അപ്പൊ ഈ ഗോതമ്പിന്റെ പച്ച നിറത്തിനുള്ളില് മലഞ്ചെരുവുകളിൽ ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത പോലെയുള്ള വയലുകളിൽ ഗോതമ്പിന്റെ പച്ച നിറങ്ങളുടെ ഉള്ളില് മഞ്ഞ നിറം കാണാം. എന്തിൻ്റെതാണ് മഞ്ഞ നിറം? സർസോൺ കി പീലായി എന്ന് പറയുന്നത് കടുകിന്റെ ഒരു മഞ്ഞ നിറമാണ് കാണുന്നത്. കടുകിന്റെ കൃഷിയാണ്. ബസന്ത് ബോറാനെ ലഗ്താ ഹെ, അങ്ങനെയാണ് വസന്തകാലം വിരിയുന്നത്. ബോറാനെ ലഗ്ന എന്ന് പറഞ്ഞാൽ ഉന്മത്ത് ഹോന എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വസന്തകാലം വരവായി എന്നാണ്. ബസന്ത് ഫൂൽദേ കാ ത്യോഹാർ ലേക്കർ ആത്താ ഹെ. ബസന്ത് വസന്തകാലം, സ്പ്രിംഗ് സീസൺ. ഫൂൽദേ കാ ത്യോഹാർ, ഫൂൽദേ കാ ത്യോഹാർ എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് അവർക്ക്. ബസന്ത് ഫൂൽദേ കാ ത്യോഹാർ ലേക്കർ ആത്താ ഹെ. വസന്തകാലം ഫൂൽദേയുടെ ഉത്സവമായിട്ടാണ് വരുന്നത്. ദേർ ഷാം തക്, വളരെ വൈകിട്ട് വളരെ താമസിച്ച്, ബച്ചെ ഫൂൽ ചുൻതേ ഹെ, വളരെ വൈകി വരെ കുട്ടികൾ പൂക്കൾ ശേഖരിക്കും. ഇൻ ഫൂലോं को, ഈ പൂക്കളെ, रिंगाल या बांस की एक प्रजाति से बनी खास तरह की टोकरियों में रखा जाता है. അപ്പം പൂക്കൾ ശേഖരിച്ച് ഈ പൂക്കൾ ഇവർ എന്ത് ചെയ്യും? റിംഗാൽ എന്ന് വെച്ചാൽ മുള കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ, ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്, സ്പെഷ്യൽ ടൈപ്പ് കൊട്ടകളിൽ, ടോക്കരിയോമേ രക്കാ ജാത്താ ഹെ, കൊട്ടകളിൽ ഇടും. टोकरियों को रात भर पानी में भरी गागरों के ऊपर रखा जाता है. ഈ കൊട്ടകള് രാത്രി മുഴുവൻ പാനി സെ ഭരി, വെള്ളം നിറഞ്ഞ, ഘാഗ്രോ കി ഊപ്പർ, കുടങ്ങളുടെ മുകളിൽ, രഖാ ജാത്താ ഹെ, അവർ വെക്കും. താക്കി, എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? വേ സുബഹ തക് മുർജാ ന പായേ, രാവിലെ ആകുമ്പോഴേക്കും ഈ പൂക്കളൊന്നും വാടിപ്പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുബ പോ ഫട്തേ ഹി, രാവിലെ നേരം വെളുക്കാൻ തുടങ്ങുമ്പോഴേക്കും, ബച്ചോ കി ഡോലിയ, കുട്ടികളുടെ കൂട്ടം, ഗാവ് ഭർ മേ ഘൂംതി ഹെ, അവര് ഗ്രാമം മുഴുവനും ഇങ്ങനെ ചുറ്റാൻ തുടങ്ങും. പിച്ച്ലി ഷാം ചുനേ ഗേ ഫൂൽ, തലേ ദിവസം വൈകുന്നേരം ശേഖരിച്ചു വെച്ച പൂക്കൾ വീടുകളുടെ മുൻഭാഗത്ത് അവര് സജായ ജാത്തേ ഹെ, അലങ്കരിക്കും. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल, गुड़, दाल आदि देते हैं. ആരുടെ വീടാണോ അവർ അലങ്കരിക്കുന്നത്, അവര് കുട്ടികൾക്ക് ചാവൽ, അരി, ഗുഡ്, ശർക്കര, ദാൽ, പരിപ്പ് എന്നിവയൊക്കെ കൊടുക്കും. ദക്ഷിണാമേ മിലി യേ സാമഗ്രി, ദക്ഷിണയായിട്ട് ലഭിച്ച ഈ സാധനങ്ങൾ പൂരെ 21 ദിൻ തക്, 21 ദിവസം മുഴുവനായിട്ട് ഇവര് ഇഖട്ടി കി ജാത്തി ഹെ, ശേഖരിച്ച് വെക്കും. ഫൂൽദേ കി വിദായി കെ സാത്ത്, ഈ ആഘോഷം വിട പറയുന്നതിനോടൊപ്പം ബസന്ത് കാ യേ ഉത്സവ് സമാപ്ത് ഹോ ജാത്താ ഹെ, ഫൂൽദേനോടൊപ്പം വസന്തകാലത്തിന്റെ ഈ ഉത്സവം സമാപ്ത് ഹോ ജാത്താ ഹെ, അതും കഴിയും, സമാപ്ത് ഹോ ജാത്താ ഹെ. അന്തിം ദിൻ, അവസാന ദിവസം, ഇഖട്ടി കി ഗയി സാമഗ്രി, ഇഖട്ടി കി ഗയി എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെച്ച സാമഗ്രി, സാധനങ്ങൾ, സാമൂഹിക് ഭോജ് ബനായ ജാത്താ ഹെ, അവര് ഒരു സമൂഹ സദ്യ, സാമൂഹിക ഭോജനമാക്കിയിട്ട് വിളമ്പും. ഇസ് ആയോജൻ മേ, ഈ പരിപാടിയില്, ബഡോ കി ഭൂമിക, വലിയ ആളുകളുടെ ഭൂമിക, അവരുടെ റോള്, കേവൽ സലാഹ് ദേനെ തക് സീമിത് ഹെ, അവർക്ക് കേവലം
കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രം മതി. സീമിത് ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ബാക്കി സാരേ കാം, ബാക്കിയുള്ള എല്ലാ ജോലികളും ബച്ചേ കർത്തേ ഹെ, കുട്ടികളാണ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് കെ ഹിമാലയി അഞ്ചൽ മേ, ഉത്തരാഖണ്ഡിലെ ഹിമാലയി അഞ്ചൽ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിനോടനുബന്ധിച്ച പ്രദേശത്ത് ഫൂൽദേ സെ ബഡ, ഫൂൽദേയിനെക്കാളും വലിയ ഒരു ബച്ചോं का कोई दूसरा त्योहार नहीं है, കുട്ടികളുടെ മറ്റൊരു ഉത്സവവും അവിടെ ഇല്ല. उधर बच्चे फूलदे के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाव की थाप पर चैती गीत गाते हैं. അവിടെ കുട്ടികള് ഫൂൽദേയ്ക്ക് ജശ്നമേ, ഫൂൽദേഹത്തിന്റെ ആഘോഷത്തില് ഷാമിൽ ഹോത്തെ ഹെ, അവര് ഉൾപ്പെട്ടിരിക്കുമ്പോൾ, और इधर ഇവിടെ ബഡേ വലിയ ആളുകള് ഢോൽ ധമാവ് കി ഥാപ്പ് പർ, ഢോൽ ധമാവ് എന്നൊക്കെ പറഞ്ഞാല് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതിന്റെ ശബ്ദത്തില്, ധാപ്പ് എന്ന് പറഞ്ഞാല് ധ്വനി, സൗണ്ട് എന്നാണ് അർത്ഥം. ചൈത്തി ഗീത് ഗാത്തെ ഹെ, ചൈത്തി ഗീത് പാടിക്കൊണ്ടിരിക്കും. इन गीतों में पांडवों की हिमालय यात्रा की किस्से होते हैं. ഈ പാട്ടുകളില് പാണ്ഡവരുടെ ഹിമാലയ യാത്രയുടെ കഥകളാണ് ഉണ്ടാവുക. और पहाड़ के वीरों की शौर्य गाथाएं भी शामिल होती है. എന്തും കൂടെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ടാവും. പാണ്ഡവരുടെ ഹിമാലയ യാത്ര കൂടാതെ പഹാഡ് കി വീരോൻ കി, അവിടെ മലഞ്ചെരുവുകളില് മലമുകളിലുള്ള വീരന്മാരുടെ വീരകഥകളും കൂടെ ഇതിൽ ഉണ്ടാവും ഈ പാട്ടുകളിൽ. परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में थमकते हैं तो वहां भीड़ जम जाती है. പരമ്പരാഗതമായിട്ട് ചേത്തി ഗീത് പാടി വരുന്ന ആളുകളുടെ കൂട്ടം ഗ്രാമത്തില് ധമക്ന എന്നൊക്കെ പറഞ്ഞാല് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ तो वहां भीड़ जम जाती है, അവിടെ തിരക്ക് വരും എന്നുവെച്ചാല് അവിടെ ക്രൗഡഡ് ആയി മാറും. ആൾക്കാര് ഇവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രൗഡഡ് ആയി മാറും. ബസന്ത് മേ സംഗീത് കെ സുർ ഘുൽ ജാത്തെ ഹെ, വസന്തകാലത്തിന്റെ ആ സ്പ്രിംഗില് സംഗീത് കെ സുർ, സംഗീതത്തിന്റെ സ്വരം ഖുൽ ജാത്തി ഹെ, അതങ്ങനെ മിക്സ് ആവും, മേജ് ആവും എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതിങ്ങനെ കൂടിക്കലരും. ബസന്ത് കി ഗുൻഗുനി ധൂപ്പ്, വസന്തകാലത്തിന്റെ ഇളം ചൂടുള്ള വെയിൽ, ധൂപ്പ് എന്ന് പറഞ്ഞ വെയിലാണ്. ജബ് ദോപഹരി മേ തപാനെ ലഗ്തേ ഹെ, ദോപഹരിയില് ഉച്ച നേരത്ത് ചൂടായി ഇങ്ങനെ മാറുമ്പോ തബ് ഊഞ്ചി ഹിമാലയ ശിഖരോം പർ, അപ്പോ ഊഞ്ചി ഉയരത്തിലുള്ള ഹിമാലയ ശിഖരോം പർ, ഹിമാലയത്തിന്റെ ബ്രാഞ്ചസിൽ നിന്നും ബുറാസ് ചട്ടക്കിന്റെ ലഗ്തേ ഹെ, ബുറാസ് എന്ന് പറഞ്ഞ പൂവ് വിരിയാൻ തുടങ്ങും. ബുറാസ് കെ ഫൂൽ പഹാഡോ പർ ശാന്താർ ലാലിമ ബിച്ചാ ദേത്തെ ഹെ, ബുറാസിന്റെ ഈ പൂവ് മലമുകളിൽ എന്താണ് ചെയ്യുക? ഗംഭീരമായ ഒരു ചുവപ്പ് നിറം, ശാന്താർ ലാലിമ ബിച്ചാ ദേത്തെ ഹെ, ബിച്ചാന എന്ന് പറഞ്ഞ് വിരിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ പൂക്കൾ ഒരു ചുവപ്പ് നിറം വിരിച്ച പോലെയാണ് തോന്നുക. മകർ സംക്രാന്തി സെ തപ്താ സൂരജ്, മകർ സംക്രാന്തിയില് തപ്താ സൂരജ് എന്ന് പറയുന്നത് പൊള്ളുന്ന സൂര്യൻ. അബ് നന്ദാ പർവത് സെ, ഇപ്പോ നന്ദാ പർവ്വതത്തിൽ നിന്നും ചൗക്കമ്പ പർവത് കി ഓർ, ചൗക്കമ്പ പർവ്വതത്തിലേക്ക് और बढ़ने लगता है, അങ്ങോട്ട് പോവാന് തുടങ്ങും. ഗംഗാമേ, ഗംഗാ നദിയില് പാനി കി ധാര, വെള്ളത്തിന്റെ ഒഴുക്ക് തേസ് ഹോ ജാത്തി ഹെ, നല്ല സ്പീഡില് കൂടും, വെള്ളത്തിന്റെ ഒഴുക്ക് നന്നായിട്ട് കൂടും. ठंड के मौसम में, തണുപ്പ് കാലത്ത് ബർഫീലെ ഇലാക്കോം സെ നിച്ചലെ ഇലാക്കോ മേ ഉത്തരെ, തണുപ്പിന്റെ കാലത്ത്, തണുപ്പ് സമയത്ത് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നിന്നും, എന്നുവെച്ചാല് മുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്നും നിച്ചലെ ഇലാക്കോമേ ഉത്തരെ, താഴത്തേക്കുള്ള പ്രദേശങ്ങളിലേക്ക് പോയ, ഉത്തർന എന്ന് പറഞ്ഞ ഇറങ്ങുക എന്നാണ് വേർഡ് മീനിങ്. ഇവിടെ താഴത്തേക്ക് ഉള്ള പ്രദേശങ്ങളിലേക്ക് പോയ പശുചാരകന്മാര് വാപ്പസ് ഘരോം കോ ലോട്ട്നെ ലഗ്തേ ഹെ, അവര് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകും. ലോട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നാണ് അർത്ഥം. महीनों तक फैले चारागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. महीनों तक, മാസങ്ങളോളം,
ഫേലെ ചരാഗാഹോം. എങ്ങനെ? ഫേല എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആയി കിടക്കുന്ന, ചരാഗാഹോം പുൽമേടുകളിലും, ഘനേ ജംഗലോം നല്ല ഇടതൂർന്ന കാടുകളിലും, और अनजान बस्तियों में അറിയാത്ത കുറെ സെറ്റിൽമെന്റ്സിന്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഭട്ടക്നെ കെ ബാദ് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അപ്നെ ഘർ ലോട്ട്നെ കി ഖുഷി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ആ സന്തോഷം ഉത്സവ് കാ മാഹോൽ രച്ച് ദേത്തി ഹെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. മാഹോൽ എന്ന് പറഞ്ഞാൽ പ്രതീതി. വേ ഗീത് ഗാത്തെ ഹെ അവര് പാട്ടുപാടും, നാച്തേ ഹെ നൃത്തം ചെയ്യും. പശുചാരകോ കെ സാത്ത് പശുചാരകരുടെ കൂടെ, ഉൻകി ബേഡ് ബക്കറിയ അവരുടെ ബേഡ് ബക്കറിയ ആടുകളും ആടുകളും, ഘോഡെ ഖച്ചർ ഘോഡ എന്ന് പറഞ്ഞാൽ ഹോസാണ്, ഖച്ചർ എന്ന് പറഞ്ഞാൽ കഴുതയാണ്. അപ്പൊ കുതിരകളും കഴുതകളും, അവർ കുത്തേ ബി ഹോത്തെ ഹെ അവരുടെ കൂടെ നായ്ക്കളും ഉണ്ടാവും. രാസ്തീമേ വഴിയില്, ആനേവാലെ ആനേവാലെ എന്ന് പറഞ്ഞാൽ വഴിയിൽ വരുന്ന, ഗാവോസെ ഗ്രാമങ്ങളിൽ, ഉൻകാ ലേൻ ദേൻ ബി ഹോത്ത രഹതാ ഹെ വഴിയിലുള്ള ഗ്രാമങ്ങളുടെ ആൾക്കാരുമായിട്ട് ഗ്രാമങ്ങളുമായിട്ട് ഇവർക്ക് കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട്. ലേൻ ദേൻ ബി ഹോത്ത രഹതാ ഹെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേ ജാൻവറോं के साथ साथ ഇവര് ജാൻവറോं के साथ साथ ആനിമൽസിനെ കൂടാണ്, മൃഗങ്ങളെ കൂടാതെ അതിന്റെ കൂടെ, കീടാജടി കരൺ और ചുരു ജേസി ദുർലഭ ഹിമാലയി, കീടാജടി കരൺ ചുരു എന്നൊക്കെ പറയുന്നത് ദുർലഭമായി കിട്ടുന്ന ഹിമാലയി ജഡി വ ഔഷധിയാ ബേച്ചത്തെ ഹെ ഹിമാലയത്തിൽ വളരെ ദുർലഭമായി കിട്ടുന്ന ഔഷധങ്ങളും വേരുകളും ഇതൊക്കെ അവർ കൊണ്ടുവരും. കീടാജടി എന്ന് പറയുന്നത് വേർഡ് മീനിങ് പുഴുക്കളാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് ഒരു ഔഷധങ്ങളെ ആയിരിക്കാം. ഇൻ ഗാവോं से इनका सदियों का रिश्ता है. ഇൻ ഗാവോं से इनका सदियों का रिश्ता है. ഈ ഗ്രാമങ്ങളുമായിട്ട് ഇവർക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്. ഇസ്ലിയെ അതുകൊണ്ട് ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജറൂരി നഹി ഹോത്ത അതുകൊണ്ട് തന്നെ ആ സമയം തന്നെ മുഴുവനുള്ള ക്യാഷ്, പൂരി കീമത്ത് മുഴുവൻ വാല്യൂ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ബർഫീലെ മൗസമേ തണുപ്പ് കാലത്ത്, നിച്ലെ ഇലാക്കോं की ओर जाते वक्त താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, പൂരി വസൂലി കി ജാത്തി ഹെ അപ്പോഴാണ് ബാക്കിയുള്ള മൂല്യം അവർ വീണ്ടെടുക്കുന്നത്, ബാക്കിയുള്ള ക്യാഷ് അപ്പോഴാണ് അവർ കൊടുക്കുന്നത്. മസേ കി ബാത് ഹെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നഖദ് ഉദാർ കി ആക്കടെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കണക്ക് കഹി ദർജ് നഹി ഹോത്തെ ഈ അക്കൗണ്ട്സ് ഇത് കൊടുക്കൽ വാങ്ങലുകളുടെ കണക്ക് എവിടെയും എഴുതി വെക്കപ്പെട്ടിട്ടില്ല, എവിടെയും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആപ്സി വിശ്വാസ് കി ദം പർ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഷോं से വർഷങ്ങളായിട്ട്, യഹാം ഇവിടെ, യഹ് ലേൻ ദേൻ ചൽ രഹാ ഹെ ഈ കൊടുക്കൽ വാങ്ങലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. पशुचारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सतपीली सड़क पर हलचल बढ़ जाती है. പശുചാരകരുടെ കൂട്ടം, അവരുടെ ബാച്ച്, ജത്ഥ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ബാച്ചസ് ആണ്. ജബ് ഗുസർ ജാത്തെ ഹെ അവര് കടന്നു പോകുമ്പോൾ, തബ് ഗാവ് കി ജഡ് മേ ഗ്രാമത്തിന്റെ ജഡത്തില് ജഡ്മേ, ബഹ്തി ഗംഗാ സെ സഡ്കർ ഒഴുകുന്ന ഗംഗയുടെ അടുത്തുള്ള വഴി മധ്യേ, സർപ്പീലി സഡക് പർ ഹൽചൽ ബഡ് ജാത്തി ഹെ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാല്, പശുചാരകർ കടന്നു പോകുന്ന സമയത്ത് തന്നെ ഗംഗയുടെ ഒഴുക്ക് കൂടും. ബഹത്തി ഗംഗ എന്ന് പറഞ്ഞ ഒഴുകുന്ന ഗംഗയുടെ അടുത്തുള്ള റോഡുകളില് ഹൽചൽ ബഡ് ജാത്തി ഹെ അവിടെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ഹൽചൽ ബഡാൻ, ഹൽചൽ എന്ന് പറഞ്ഞാല് മൂവ്മെന്റ്സ്, ബഹളങ്ങൾ, കോലാഹലങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ വേർഡ് മീനിങ്. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर आने वाली पैदल यात्री. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിലേക്കുള്ള पैदल यात्री കാൽനട യാത്രക്കാർ. धामों के कपाट खुलने से काफी पहले आने लग जाते हैं. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി പോലെയുള്ള
ധാമുകളിലേക്ക്, ധാം എന്ന് പറഞ്ഞാൽ ഹോളി പ്ലേസസ് ആണ്, തീർത്ഥാടന സ്ഥലങ്ങളാണ്. അവിടേക്കുള്ള കാൽനട യാത്രക്കാര് അത് തുറക്കുന്നതിന് മുമ്പ് തന്നെ, കാഫി പെഹലെ, അതിന് കുറച്ചു മുമ്പ് തന്നെ ആനെ ലഗ് ജാത്തെ ഹെ, അവര് വരാൻ തുടങ്ങും. സുദൂർ ദക്ഷിൺ സെ ആനെ വാലി, എത്രയോ ദൂരം, ദക്ഷിൺ എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ്, സൗത്തിൽ നിന്നും വരുന്ന കുറെ മഹാത്മാക്കള് കൈ ബാർ, കുറെ പ്രാവശ്യം ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹെ, നമ്മുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. ഉൻകെ ഹാത്ത് മേ എക്താര ഹോത്താ ഹെ, അവരുടെ കയ്യില് എക്താര ഉണ്ടാകും. എക്താര എന്ന് പറഞ്ഞാല് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. और उसके संगीत पर वे भजन गाते हैं. എക്താരയുടെ സംഗീതത്തിലാണ് ഇവര് ഭജൻ പാടുന്നത്. बद्रीनाथ और केदारनाथ के मुख्य पूजा आज भी दक्षिण भारत से नियुक्त होते हैं. ബദ്രീനാഥിലേക്കും കേദാർനാഥിലേക്കും ഒക്കെയുള്ള മുഖ്യ പൂജാരികള് ഇന്നും ദക്ഷിൺ ഭാരത് നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുമാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. നിയുക്ത് ഹോത്തെ ഹെ. सूरज जब चौकंबा पर्वत के ठीक पीछे से उदय होने लगता है. സൂര്യന് ചോക്കമ്പ പർവ്വതത്തിന്റെ പിന്നിൽ നിന്നും, ഠീക് പീച്ചേസ് എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് പിറകിൽ നിന്നും, ഉദയ ഹോനെ ലഗ്താ ഹെ, ഉദിക്കുമ്പോൾ, തബ് ജേഠ് ശുരു ഹോ ജാത്താ ഹെ, അപ്പം ജേഠ് മാസം തുടങ്ങും. പഹാഡ് കി സഡ്കേം ഗാഡിയോ സെ ഭർ ജാത്തി ഹെ, മലമുകളിലുള്ള റോഡുകളൊക്കെ ഗാഡിയോ സെ, വാഹനങ്ങളെ കൊണ്ട്, ഭർ ജാത്തെ ഹെ, നിറയും. അപ്നെ ഘർ കി ഛത് സെ, എന്റെ വീടിന്റെ മുകളിലെ ടെറസിൽ നിന്നും, ജബ് മേ ബദ്രിനാഥ് യാത്രാ മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂം, എന്റെ വീടിന്റെ ടെറസിന്റെ മേലിൽ നിന്നും ഞാൻ ബദ്രിനാഥ് യാത്രാ മാർഗത്തിലുള്ള തിരക്ക് കാണുമ്പോ തോ ഭൂൽ ജാത്താ ഹൂം, മറന്നു പോകും, കി മഹജ് 2 മഹീനെ പെഹലെ, കേവലം 2 മാസം മുമ്പ്, യേ ഘാട്ടി ഏകദം ശാന്തി, ഈ സ്ഥലം ഏകദം മുഴുവനായിട്ട് ശാന്തമായിരുന്നു. എന്റെ വീടിന്റെ ടെറസിന് നിന്ന് നോക്കുമ്പോ ഞാന് 2 മാസം മുമ്പ് ശാന്തമായിരുന്ന ഈ സ്ഥലമാണ് ഇപ്പോ ഈ ബദ്രിനാഥ് യാത്രാമാർഗത്തില് ഇത്ര തിരക്കുള്ള സ്ഥലമെന്ന് എനിക്ക് മറന്നുപോകും. 2 മാസം മുമ്പ് ഇത്ര ശാന്തമായിരുന്നു എന്ന്. സദിയോസെ, പതിറ്റാണ്ടുകളായിട്ട്, യേ ഋതുചക്ര, ഈ ഋതുചക്ര യൂ ഹി ചൽത്താ രഹാ ഹെ, ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഹിമാലയ അപ്നി ജഗഹ മൗജൂദ് ഹെ और सूरज मुस्तैदी से अपनी യാത്ര कर रहा है. പതിറ്റാണ്ടുകളായിട്ട് ഈ ഋതുചക്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഹിമാലയ അപ്നി ജഗഹ മൗജൂദ് ഹെ, ഹിമാലയ മൗജൂദ് ഹെ എന്ന് പറഞ്ഞാല് തന്റെ സ്ഥലത്ത് അത് പ്രസന്റ് ആണ്. ഹിമാലയന്റെ റോള് ചെയ്യുന്നുണ്ട്. और सूरज, സൂര്യനോ, മുസ്തൈദി സെ അപ്നി യാത്ര കർ രഹാ ഹെ, സൂര്യൻ പ്രോംപ്റ്റ് ആയിട്ട് തന്റെ യാത്ര നിർവഹിക്കുന്നുണ്ട്. पंचाचूली की 5 चोटियों की ओर से जब सूरज प्रकट होता है, तब मेरे गांव में हार्ट कंपा देने वाली ठंड बढ़ती है. पंचाचूली की 5 चोटियों की ओर से, പഞ്ചാചൂലിയിലെ 5 പീക്സ്, അതിന്റെ 5 പീക്ക് എന്ന് പറഞ്ഞാല് കൊടുമുടിയാണ്. അപ്പൊ പഞ്ചാചൂലിയിലെ ഈ 5 കൊടുമുടികളുടെ ഭാഗത്തു നിന്നും സൂര്യൻ പ്രകട് ഹോത്താ ഹെ, ആ സ്ഥലത്ത് നിന്നും സൂര്യൻ ഉദിക്കുമ്പോ, തബ് മേരെ ഗാവ് മേ, എന്റെ ഗ്രാമത്തിൽ അപ്പം ഹാർഡ് കമ്പാ ദേനെ വാലി ठंड പड़ती है, വിറയ്ക്കുന്ന തണുപ്പാണ് എന്റെ ഗ്രാമത്തിൽ അപ്പോൾ അനുഭവപ്പെടുന്നത്. സൂരജ് ജബ് ചൗക്കമ്പ കെ ശിഖർ സെ ഉഗ്താ ഹെ, സൂര്യന് ചൗക്കമ്പ പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും ഉദിക്കുമ്പോൾ, തബ് ജേഠ് കി ഗർമി ചരം പർ ഹോത്തി ഹെ, ജേഠമാസത്തിന്റെ ചൂട് അതിന്റെ ഉച്ചിയിലാണ്. ചരം പർ ഹോത്തി ഹെ, ഗർമി എന്ന് പറഞ്ഞ ചൂടാണ്. ഇൻ ദോനോ പർവ്വതോ കി ബി, ഈ 2 പർവ്വതങ്ങളുടെ നടുവിൽ, ഖഡേ നന്ദ പർവ്വത്, 2 പർവ്വതങ്ങളുടെ നടുവിലുള്ള നന്ദ പർവ്വത് കെ ആസ്പാസ്, നന്ദ പർവ്വതത്തിന്റെ അടുത്തെങ്ങാനും, സൂരജ് കി ഉപസ്ഥിതി, സൂരജിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, മേരെ ഗാവ് മേ, എന്റെ ഗ്രാമത്തിൽ, ബസന്ത് കെ ബോറാനെ കാ പ്രതീക് ഹെ, വസന്ത് വരുന്നതിന്റെ പ്രതീകമാണ് നന്ദാപർവ്വതത്തിന്റെ അടുത്ത് എവിടെങ്കിലും സൂര്യൻ ഉണ്ടാവുക എന്നത്. ദാദി കെഹ്തി ഥി, മുത്തശ്ശി പറയുമായിരുന്നു,
जब तक हिमालय रहेगा, हिमालय എന്ന് വരെ ഉണ്ടാകുമോ? ഋതുओं के बदलने का उल्लास, ഋതുക്കള് മാറി വരുന്ന ഈ സന്തോഷം ബനാ രഹേഗ, അത് ഉണ്ടാകും. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ പറയാം. ദസ്തക് കണ്ടുകൊണ്ടിരിക്കുക. ബൈ, താങ്ക് യു.